ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി. 10:40 കൊച്ചി കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ സംവാദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ കൊച്ചിയിലെ പരിപാടിക്ക് ശേഷം ധൻഖർ ഗുരുവായൂരിലെത്തും. ഗുരുവായൂരിൽ നിന്നും സുബൈർ ചേരുന്നു. സുബൈർ, ഉപരാഷ്ട്രപതി ഇന്ന് രാവിലെ എത്തേണ്ടതായിരുന്നു ദർശനത്തിന്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഹെലികോപ്റ്റർ മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി ദർശനത്തിന് അദ്ദേഹം വരുമോ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രിയങ്ക, പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനത്തിൽ അല്പം മാറ്റം വരുത്തിയിരിക്കുകയാണ്. രാവിലെ 8:40 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ ഉച്ചയ്ക്ക് 1:15 എത്തുക. രാവിലെ ഹെലിപാഡ് വരെ എത്തിയ ഉപരാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ഉച്ചയ്ക്ക് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷം എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8:40 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നായിരുന്നു മുമ്പ് രാഷ്ട്രപതി അറിയിച്ചിരുന്നത്. ഇതുപ്രകാരം ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ 2 ദിവസമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനും അതുപോലെ തന്നെ വിവാഹം, ചോറൂൺ എന്നീ വഴിപാടുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 8 മുതൽ ശ്രീകൃഷ്ണ കോളേജ് മുതൽ ക്ഷേത്രം വരെ ഗതാഗതവും നിരോധിച്ചിരുന്നു. സ്കൂൾ വാഹനങ്ങൾ ഒഴികെ ഒന്നും തന്നെ കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ പ്രതീക്ഷിച്ച സമയത്ത് കോളേജ് ഗ്രൗണ്ടിന് മുകളിലെത്തിയ ഹെലികോപ്റ്റർ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ലാൻഡ് ചെയ്യാനാകാതെ തിരികെ പോവുകയായിരുന്നു. ശക്തമായ കാറ്റും മഴയും തടസ്സമാണെന്ന വിവരമാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. 800ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ക്ഷേത്ര നഗരിയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഈ പോലീസുകാർ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 12:45 കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതീക്ഷയിൽ ഉപരാഷ്ട്രപതിയെ വരവേൽക്കാനായി ഗുരുഭവനപുരി പൂർണ്ണ സജ്ജരായി കാത്തിരിക്കുകയാണ് പ്രിയങ്ക. ശരി സുബൈർ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. അദ്ദേഹം വരുന്നതിനുമായുള്ള മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ സജ്ജമായിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദർശനം നടക്കാതിരുന്നത്. തുടങ്ങിയ വിവരങ്ങളാണ് സുബൈർ നൽകിയത്.